ഹായ്. നമസ്കാരം. നമസ്കാരം. എവിടുന്നാ വരുന്നേ? ഞാൻ മലപ്പുറം ജില്ലയിലെ പാലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. മലപ്പുറം ജില്ലയിലെ പാലക്കാട്? മലപ്പുറം ജില്ലയിൽ ഒരു പാലക്കാടുണ്ട്. സീരിയസ്ലി ഉണ്ടടാ, പക്ഷെ പാലക്കാട് ജില്ലയിലല്ല മലപ്പുറം. അല്ല, അപ്പൊ ശരിക്കും മലപ്പുറം ജില്ലയിലെ ഒരു പാലക്കാട് എന്നുള്ള സ്ഥലമുണ്ട്. അതെവിടെയാ? മലപ്പുറത്തുനിന്ന് കിഴിശ്ശേരിയിലേക്ക് പോകുന്ന റൂട്ടില് പാലക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. സുബിചേട്ടാ, നല്ല ചിരിയാണല്ലോ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതിനു മുമ്പ് നല്ല ചിരിയാന്ന്? അങ്ങനെ അയ്യോ, നാണം വന്നിട്ടോ. കല്യാണം കഴിഞ്ഞാണോ? കല്യാണം കഴിഞ്ഞു. അതുകൊണ്ടാണ് ആ ചിരിയിലാണോ വീണത് പെൺകുട്ടി? ഏയ് അല്ല. അല്ല. ലവ് മാരേജ് ആണോ? അറേഞ്ച്ഡ്. എവിടുന്ന് ലവ് മാരേജ്, അറേഞ്ച് മാരേജ് ആയിരുന്നു. ശരി, അപ്പം ഇത്രയും നല്ല പോസിറ്റീവായിട്ട് ചിരിച്ചോണ്ടൊരു കലാകാരൻ ഈ സ്റ്റേജിൽ വരുമ്പോൾ ഞങ്ങൾ എന്തായാലും പെർഫോമൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു ചോദ്യം. എന്ത് ചെയ്യുന്നു? തൊടുപുഴ സബ് ജില്ലയില് ഉപ്പുകുന്ന് ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. ടീച്ചറാണ്. ഓക്കെ. അപ്പൊ ഈ കലാപരമായിട്ട് എങ്ങനെയാണ് പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ ക്ലാസിന്റെ ഇടയ്ക്ക് അവർ റിക്വസ്റ്റ് ചെയ്യോ സാറിനോട്, സാർ എന്തെങ്കിലും ഒരു വോയിസ് എടുക്കോ എന്നാണോ, അതോ പഠിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ആക്ടേഴ്സിന്റെ വോയിസ് ഒക്കെ എടുത്ത് ഇങ്ങനെ സബ്ജക്ട് ഒക്കെ പറഞ്ഞു കൊടുക്കോ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഞാൻ LP സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ 1ാം ക്ലാസ്സിലാണ്. ഓക്കെ. അപ്പോ ഇച്ചിരി നാടൻപാട്ടും കവിതകളൊക്കെ അതിന്റേതായ രീതിയിൽ ഒരു വൈബിലേക്ക് പിള്ളേരെ കൊണ്ടുവരാറുണ്ട്. ആ വൈബിലേക്ക് പിള്ളേരെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങളെയും കൂടെ ആ വൈബിലേക്ക് ഒന്ന് കൊണ്ടുവരാവോ? ഒരു ചെറിയ നാടൻപാട്ട് ആയിക്കോട്ടെ, കേൾക്കാം അല്ലേ? ശരി. താനിന്തം താനേനം താനേനം തന്തിനാനേ തനിതാനി താനേനം താനേനം തന്തിനാനേ. ഞാനറിയും കുരലുകളെല്ലാം എന്റേതോ പൊന്നച്ച, നീ അറിയും കുരലും ജങ്കും എല്ലാരുടെയും പൊന്മകനേ. ഞാൻ മോന്തിയ ചാറും ചരവും മധുവല്ലേ പൊന്നച്ച, നീ മോന്തിയ മധു നിഞ്ചോരം ചുടുചോര പൊന്മകനേ. അക്കാണും മാമലയൊന്നും നമ്മുടേതല്ലൻ മകനേ, ഇക്കായൽ കയവും കരയും ആരുടേതുമല്ലൻ മകനേ. പുഴുപുലികൾ പക്കി വരും തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പുലകാല കുലദൈവങ്ങൾ തനതാനിനി നമ്മളുമൊപ്പം. ഇനി നമുക്ക് അങ്ങോട്ട് പെർഫോമൻസ് കണ്ടാലോ? ചെയ്യാം. എന്നെ ചെയ്യാൻ പോകുന്നത് ആദ്യം ഞാൻ MS തൃപ്പൂണിത്ത സാറിനെയാണ് ചെയ്യുന്നത്. ശരി, വോയിസ് ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, കേട്ടു നോക്കാം. ഈ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് കരുതുന്നില്ല. തന്റെ മകനെ കണ്ടു പൂസ്റ്ററിൽ വെച്ചിട്ടാ, അവിടെ ഒരു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. അറിയോ എന്ന് ചോദിച്ചു. അസാറൊന്ന് ഒരുങ്ങി. ശ്രീമംഗലം കോവിലെ രാജശേഖരൻ തമ്പി അറിയോ എന്നായി അടുത്ത ചോദ്യം. വീട്ടിൽ നിന്ന് എനിക്ക് ആളെ തിരിഞ്ഞു. കൂടെ കുടുംബമുണ്ടായിരുന്നു. അവന്റെ ഭാര്യ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. ഒരുമാതിരി ആഷ്പൂഷ് മലയാളം. എനിക്കൊന്നും മനസ്സിലായില്ലടോ. എങ്കിൽ പിന്നെ ഞാൻ പോവാടോ. ശിവ. പക്ഷെ നമ്മളങ്ങനെ വിടുന്നില്ല. നമുക്ക് ഇനിയും കേൾക്കണം ഒരുപാട് വോയിസുകൾ. ഇനി ആരുടെയാണ് അടുത്ത കേൾക്കാൻ പറ്റാ? അടുത്തതൊരു താരത്തിരിമറി എന്ന് ചെയ്തോട്ടെ. താരത്തിരിമറി ഇങ്ങോട്ടേക്ക് കണ്ടോ? ഇപ്പൊ ഇങ്ങോട്ടേക്കൊക്കെ എല്ലാരും ചെയ്തതാണ്. ആരെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ ബഹുമാനിയായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സഖാവ്. അദ്ദേഹം ബ്രണ്ണൻ കോളേജിൽ ഊരി പിടിച്ച വടിവാളുകൾക്കിടയിലൂടെ നടന്ന് ഇരട്ടച്ചങ്ക് എന്നുള്ള പേരൊക്കെ വന്നു വീണ കഥയൊക്കെ നമുക്കറിയാം. അപ്പൊ ആ ഒരു അദ്ദേഹത്തിന്റെ അനുഭവം കുതിരവട്ടം ചേട്ടൻ വന്നിട്ട് ഒന്ന് പറയായിരുന്നെങ്കിൽ ഒന്ന് എങ്ങനെ ശ്രമിച്ചു നോക്കുകയാണ്. ശരി. അല്ല, അനക്കൊക്കെ എന്ത് ചങ്കുണ്ടുള്ളത്? അത് കേട്ടത് 10 സെന്റിമീറ്റർ നീളം, 4 സെന്റിമീറ്റർ വീതി. ഇമ്മാഴ്ച 2 ചങ്കുമായിട്ടാണ് നമ്മൾ കിടക്കണേ. നിങ്ങളറിയില്ല നമ്മളെ ബ്രണ്ണൻ കോളേജ്? നമ്മളെ ബ്രണ്ണൻ കോളേജ് ഒരിക്കൽ നമ്മളവിടെ പഠിക്കുമ്പോ ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പൊന്തക്കാട്ടൊക്കെ നടന്നു പോയിനി. അപ്പോഴല്ലേ കഥ. അപ്പുറപ്പുറവും ഊരി പിടിച്ച വടിവോളായിട്ട് ഭയങ്കരമായ ഗുണ്ടകള്. ഞമ്മള് വിട്ടില്ല. എന്റെ കാറൽ മാക്സ് മുത്തപ്പങ്ങള് കത്തോളീന്നും പറഞ്ഞിട്ടൊരു ഒറ്റ വിടേനി. ഏത് നമ്മളെ കേരളയിൽ പോണവട്ടെ. അതിനേശാണ് ഈ ഇരട്ടച്ചങ്ക് എന്നുള്ള പേര് നമ്മുടെ തലക്ക് മീത വന്നത്. ഈ മിമിക്രിയിലേക്ക് വരാനുണ്ടായിരുന്ന ഒരു കാരണം, അല്ലെങ്കിൽ ഇത്രയും പഠിക്കാനുണ്ടായിരുന്ന ഒരു റീസൺ, നാദിക്കയുടെ ഓഡിയോയും നസീറിക്കയുടെ ഒക്കെ വീഡിയോ കണ്ടിട്ടൊക്കെ അല്ലേ? അതെ അല്ലേ? അതെ. ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് പാലിക്കുന്നുണ്ടോ?
ആലോചിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് പിടിച്ചു? ഞാൻ പറയട്ടെ, പറഞ്ഞോളൂ. ഒരു 80% ആൾക്കാർ ഇത് തന്നെയാ പറയുന്നത്. ഇക്കയുടെ ഈ ഓഡിയോ കേട്ടിട്ടാട്ടോ ഞാൻ ചെയ്തിട്ടുള്ളതെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെയാണോ? അതെ അതെ, ഞങ്ങളത് പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ നാദൃഷിക്കയുടെ ദേമാവലി കുമ്പത്ത് കേസറ്റൊന്നും നമ്മൾ വാങ്ങിക്കില്ല. ഒരു സ്കൂളിൽ 1-2 പിള്ളേരുടെ കയ്യിലുണ്ടാവും. നമ്മളത് ബാലരമൊക്കെ ഓരോ മാറി മാറി വായിക്കുന്ന പോലെ ഓരോ വീട്ടുകാർ കൊണ്ടുപോയി കേൾക്കും. ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ മതി, ക്ലാസ് ഒന്നും പറയണം. അതാ ഞാനൊന്ന് നെഞ്ചില് കൈ വെച്ചത്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു മിനിറ്റ് ഒന്ന് ഇടിച്ചു എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും സാറിന്റെ പെർഫോമൻസ് കഴിഞ്ഞോ സാറേ? ഒരു നാടൻ പാട്ട്, ചെയിൻ നാടൻ പാട്ടായിട്ട് ചെയ്യാമെന്ന് ഒരാഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. ശരി, ആഗ്രഹം സാധിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിന് ഒരു റിതം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ പ്രോഗ്രാമിനൊക്കെ വരാറുള്ള, ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാറുള്ള റഷീദ് പഴകുളം എന്നൊരു ആർട്ടിസ്റ്റിനെ ഒന്ന് വിളിച്ചോട്ടെ. യെസ്, റഷീദ് ഏട്ടാ, പ്ലീസ് ജോയിൻ us. ഇതാണ് ഫ്രണ്ട് റഷീദ് പഴകുളം. നമസ്കാരം. അപ്പം ഞങ്ങൾ ഒരേ താളത്തിലുള്ള കുറച്ച് നാടൻ പാട്ട് ചെയിനായിട്ട്. ഓക്കെ ഓക്കെ. രാരിക്കന്തേരാരോ ദേരിക്കന്തേരോ രാരിക്കന്തേരാരോ ദേരിക്കന്തേരോ മഴ പെയ്യുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങിനടി, ഇടി വെട്ടുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങിനടി, മഴ പെയ്യുമ്പോഴേ നമുക്ക് പുട്ടിലെ ചൂടാലോ, ഇടി വെട്ടുമ്പോഴേ നമുക്ക് പന്തേ പോകാലോ, എന്തു തന്റെ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്, എന്തു തന്റെ തീണ്ടലാണ്, എന്തു തന്റെ തീണ്ടലാണ് തമ്പൂരാന്റെ തീണ്ടല്, മന്ദാരക്കാവിയില് വേലാപുരം കാണാൻ എന്താടി കുഞ്ഞാഞ്ഞേ ഞമ്മക്കും പോകാലോ, ദാനത്തിനന്തിന ദാനത്തിനന്തിന ദാനത്തിനന്തിനതോ തന്തിന്നോ ദാനത്തിനന്തിനതോ, ചീകിത്തിരുകിയ പീലിത്തലമുടി എങ്ങിനഴിഞ്ഞിതടി, മണ്ണാത്തി എങ്ങിനഴിഞ്ഞിതടി, അലക്കു കെട്ടു ഞാൻ തലയിലേറ്റി മുടി അഴിഞ്ഞിതു കാന്ത, കണ്ണിലെ കരിമഷി കലങ്ങിയതെങ്ങിനെ ചൊല്ലടി നീ, പുറത്തി എങ്ങിനെ ചൊല്ലടി നീ, താനിത്തിനന്തിന 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 ദാന. റഷീദേട്ട, നിങ്ങൾ പൊളിയാട്ടോ. അതിന്റെ ഇടയ്ക്ക് സൈഡിൽ കൂടെ നമ്മുടെ ഇപ്പത്തെ ന്യൂജൻ പറയുന്ന പിറ്റ് ബോക്സിംഗ് പോലത്തെ ഒരു ഋതമാണല്ലോ ഇട്ടത്. കൊള്ളായിരുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച് റഷീദേട്ടാ. ഈ പീറ്റ് ബോക്സിംഗ് എന്ന് പറഞ്ഞ സംഭവം അറിയില്ലേ? അങ്ങനെ ഒരു ഫുൾ സ്ട്രെച്ച് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇവിടെ വന്ന് പെർഫോം ചെയ്യണം ഒറ്റയ്ക്ക്, കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഇത്രയും തകർപ്പൻ പെർഫോമൻസ് ആണ് സുബീഷ് ഏട്ടാ. ഇനി മാസ്റ്റേഴ്സ് എന്താ പറയണ്ടെന്നുള്ളത് കേൾക്കാം. തീർച്ചയായിട്ടും. ഓക്കെ, സുബീഷ് നന്നായിരുന്നു. താങ്ക് യു. സുബീഷ് വളരെ നല്ല കോൺഫിഡൻസോട് കൂടി വന്നിട്ട് പെർഫോം ചെയ്യുന്നു. ഒരു ടോട്ടാലിറ്റി ചെയ്ത സംഭവങ്ങളെല്ലാം എല്ലാവർക്കും ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളായിരുന്നു. താങ്ക് യു. അപ്പോൾ ഇനിയും പുതിയ പുതിയ സ്റ്റാർസ് ഒക്കെ പഠിച്ചിട്ട് നമുക്ക് വീണ്ടും ഈ വേദിയിൽ കോമഡി മാസ്റ്റേഴ്സിൽ വീണ്ടും വരാം. തീർച്ചയായിട്ടും വരണം, വരാതിരിക്കരുത്, ഇനിയും വരണം, വന്നുകൊണ്ടേയിരിക്കണം. താങ്ക് യു സോ മച്ച് ഫക്രു ചേട്ടാ. സുബീഷ് സബാഷ്. സബാഷ് സുബീഷ്. അതെ, പുതിയ പേര്. അതെ, സുബീഷ് മാഷാണ്, കുട്ടികളുടെ മാഷല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം പാട്ടും മിമിക്രിയും സകലകലാവല്ലഭനെയാണ് കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലെസൺസ് ഒക്കെ ഇപ്പം നേരത്തെ ഞങ്ങൾക്കിവിടെ എലീന ടീച്ചർ ഒരു ക്ലാസ് എടുത്തായിരുന്നു ജലത്തെക്കുറിച്ചും ജലവിനിയോഗത്തെക്കുറിച്ചും ഒക്കെ. അപ്പോൾ അതൊക്കെ വളരെ ഫ്ലാറ്റായിട്ട് അങ്ങ് പറഞ്ഞു പോയതാണ്. പക്ഷേ ചിലപ്പോൾ സുബീഷ് മാഷ് ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ മിമിക്രിയിലൂടെയും നാടൻ പാട്ടിലൂടെയൊക്കെ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതൊക്കെ. എന്നാ പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ വിളിച്ചത്? നമ്മൾ തബല വായിച്ച് പാട്ട് പാടിക്കൂടായിരുന്നു. കോളേജ് ലെവലിൽ ജില്ലയിൽ 2 പ്രാവശ്യം ഫസ്റ്റ് ആയിരുന്നു തബല. ഓ, അപ്പൊ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പൊ എല്ലാ കഴിവുകളുമുള്ള ഒരു കലാകാരൻ. അപ്പോൾ ലാസ്റ്റ് പാടിയ നാടൻ പാട്ട് നല്ല രസമുണ്ടായിരുന്നു. ആ കൂട്ടുകാരനെയും കൂടെ കൂട്ടി അദ്ദേഹത്തിനോടൊരു ചാൻസ് കിട്ടി കോമഡി മാസ്റ്റേഴ്സ്. അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ചാൻസ് അല്ല അത്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പെർഫോമൻസിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. സുബീഷ് സബാഷ്. മാഷിനും കൂടെ ചേർക്കാം അതിന്റെ കൂട്ടത്തിൽ. സുബീഷ് മാഷ്, സുഭാഷ് മാഷ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നെക്സ്റ്റ് പാലക്കാടുകാരനായ ഷായ് ചേട്ടാ, മലപ്പുറം പാലക്കാടുകാരനായ നമ്മുടെ
സബാഷിനെ പറ്റി എന്താണ് പറയാനുള്ളത്? മലപ്പുറം ജില്ലയിലെ പാലക്കാട്ടുകാരൻ അസലായിരുന്നു, ഒന്നായിരുന്നു കേട്ടോ. താങ്ക് യു. മാത്രമല്ല കുട്ടികളെ പഠിപ്പിക്കുന്ന മാസ്റ്റർ, കോമഡി മാസ്റ്റേഴ്സിൽ ഇതോട് കൂടിയിട്ട് വേറെ തരത്തിലും കൂടെ ഒരു മാസ്റ്റർ ആയിരിക്കുകയാണ്. അതെ. അസലായി പെർഫോമൻസ് നന്നായിരുന്നു, നല്ല നടന്മാരെ ചെയ്താലൊക്കെ നല്ലതായിരുന്നു, പാട്ട് അതിലും ഗംഭീരമായിരുന്നു. എന്നാലും ഇനിയിപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ വീണ്ടും എല്ലാവരും സ്വീകരിക്കട്ടെ. എല്ലാവരും ഈ ഒരു എപ്പിസോഡുകൾ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആവും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ക്ലാസ്സിലും ഇങ്ങനെ എപ്പോഴും ചിരിച്ചോണ്ട് തന്നെയാണോ പിള്ളേരുടെ മുന്നേ? അതോ അവിടെ ഭയങ്കര ചിരിക്കേണ്ട strict സമയത്ത് സാറാണോ? ചിരിക്കും, ആ സ്ട്രിക്റ്റ് ആവേണ്ട സമയത്ത് സ്ട്രിക്റ്റ് ചിരിക്കണ്ട ആവും. എന്താ നോക്കട്ടെ. ഇങ്ങനെ നിന്നാ മതിയോ? ഇത് കാണുമ്പോൾ പിള്ളേര് ചിരിക്കും. ഇത് കണ്ട പിള്ളേർ ഇരിക്കും. അതാണ് കറക്റ്റാ.